ഒരു മഹാനായ മനുഷ്യൻ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ഡൽഹിയിൽ നിരാഹാര സമരത്തിനിരിക്കുകയാണ്. തന്റെ മകനു വേണ്ടിയിട്ടോ തന്റെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ടോ അല്ല, പാവം പിടിച്ച കുറെ അധികം കഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ അവിടെ നിരാഹാര സമരം കിടന്നത്. മരിക്കുന്നതിന്റെ വക്കിലെത്തിയപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഡൽഹി സർക്കാർ. അദ്ദേഹത്തെ കണ്ടുകൊള്ളാൻ മുട്ടി നിൽക്കുന്ന രണ്ട് നേതാക്കന്മാർ മറ്റാരുമല്ല, ജോൺ ബ്രിട്ടാസും എം എ ബേബിയും. ഇവർ രണ്ടുപേരും എം പി ആണ് ബ്രിട്ടാസ് എന്ന് പറഞ്ഞ് ഹിന്ദിയിലൊക്കെ അറിയുന്ന, ഹിന്ദിയിൽ എല്ലാ അച്ചാറും ഉച്ചാറും ഒക്കെ സംസാരിച്ചു, വാക്കുതർക്കം ഉണ്ടായി, സംസാരിച്ചു, എല്ലാം ചെയ്തു. പക്ഷേ എന്ത് ചെയ്തില്ല? കടത്തിവിട്ടില്ല ഡൽഹി പോലീസ്. കൃത്യമായി ആരെയും അദ്ദേഹത്തിന് അടുത്തേക്ക് കടത്തിവിടേണ്ടതില്ല എന്ന് ഡൽഹി പോലീസ് തീരുമാനമെടുക്കുകയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ആരോഗ്യനില കൂടുതൽ വഷളായിരിക്കുകയാണ്. അദ്ദേഹം കൂടുതൽ സംസാരിച്ച് സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവർ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. എന്തായാലും നാളെ വലിയ രീതിയിലുള്ള പാർലമെന്റിലേക്കുള്ള വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അത് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് എന്നാണ് പറയുന്നത്. നാളെ ഇന്ത്യയിൽ കുറച്ചധികം യുവാക്കൾ അർജന്റീനയുടെ വിജയത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ മറ്റു ചിലരൊക്കെ തന്നെ ഇവിടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വലിയ രീതിയിലുള്ള പാർലമെന്റ് മാർച്ച് നടക്കുന്നതിന്റെ തിരക്കിലാണ്. ഇത് രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നാണ് സമൂഹ മാധ്യമ പ്രവർത്തകൻ സോനം വാങ്ചു ഇതിനെ വിശദീകരിച്ചത്. അനീതിയിൽ നിന്നും ഭയത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണിതെന്ന് പറഞ്ഞ അദ്ദേഹം മാർച്ച് വലിയ വിജയമാകണമെന്ന് അനുയായികളോട് അഭ്യർത്ഥിച്ചു. ഈ സഫ്ദർജംഗ് ആശുപത്രിയിൽ കഴിയുന്ന വാങ്ചുക് ഭാര്യ ഗീതാഞ്ജലി ജെ അംഗമോ മുഖേന എഴുതിയ സന്ദേശമാണ് ശനിയാഴ്ച അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടത്. ജൂലൈ 20 ഇന്ത്യയുടെ രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ്. അനീതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, പേപ്പർ ചോർച്ച പോലെയുള്ള സംഭവങ്ങൾക്കെതിരെ ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, എന്റെ നിയമവിരുദ്ധ തടങ്കലിനെതിരെ പാർലമെന്റിലേക്കുള്ള മാർച്ച് വലിയ വിജയമാക്കണമെന്നാണ് സന്ദേശത്തിൽ വാങ്ചു പറയുന്നത്. ഈ സഫ്ദർജംഗ് ആശുപത്രിയിലെ നിയമവിരുദ്ധ തടങ്കലിൽ നിന്ന് ഗീതാഞ്ജലി വഴി അയച്ചത് എന്ന കുറിപ്പോട് കൂടിയാണ് സന്ദേശം അവസാനിക്കുന്നത്. ജന്തർ മന്ദറിലെ പ്രതിഷേധ സ്ഥലത്തു നിന്ന് തന്നെ ബലമായി മാറ്റി ഈ സഫ്ദർജംഗ് ആശുപത്രിയിൽ ഇഷ്ടത്തിന് വിരുദ്ധമായി പാർപ്പിച്ചിരിക്കുകയാണ് എന്ന ആരോപണം വാങ്ചുക് നേരത്തെയും ഉന്നയിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ തന്നെ ഈ സംഭവ ബഹുലം നടക്കുന്നതിനിടയിലാണ് ഈ ആശുപത്രിയിൽ വന്ന് എം എ ബേബിയും ജോൺ ബ്രിട്ടാസും വന്ന് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയിരുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ അവിടെ എം എ ബേബിക്ക് ഹിന്ദി അറിയാത്തത് കൊണ്ട് അധികം നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ബ്രിട്ടാസ് തനിക്കാവുന്ന വിധം നോക്കി. പക്ഷേ എന്ത് എം പി ആയാലും ഏത് എം പി ആയാലും അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് തന്നെയാണ് ഹിന്ദിയിലെ ഡൽഹി പോലീസ് പറഞ്ഞിരിക്കുന്നത്. CPIM പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് അരുൺകുമാർ, നിങ്ങൾക്കറിയാവുന്ന CPIM രാജ്യസഭയിലെ ലീഡർ ജോൺ ബ്രിട്ടാസ്, ഞങ്ങളിവിടെ ഏതാശുപത്രിയിലും പോയാൽ രോഗികളെ കാണാം. അപ്പോൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള സോനം വാങ്ചുക്കിനെ കാണാൻ വേണ്ടി വന്നു. അവിടെ വലിയ ഒരു പോലീസ് ബന്ദോബസ്താണ്. ഒരു ക്രമസമാധാന പ്രശ്നം, സംഘർഷം ഉണ്ടാകാനിടയുള്ള ഒരു സ്ഥലത്ത് കാണുന്നത് പോലെ ഒരു കൂട്ടം പോലീസുകാരാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ഞങ്ങൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞു. കുറേയധികം സമയം അവിടെ ചില പ്രശ്നങ്ങളുണ്ടായി. എം പിയും മുൻ എം പിയും ഒക്കെയാണ് എന്നുള്ളതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു നിലയിൽ ഒരു ഹൈ ഹാൻഡഡായിട്ടുള്ള സമീപനമാണ് ആദ്യം പോലീസുകാരുടെ നിന്നുണ്ടായത്. അപ്പോൾ പോലീസുകാർക്ക് മനസ്സിലാക്കി കൊടുത്തു ഇങ്ങനെ നിങ്ങൾക്ക് പെരുമാറാൻ പറ്റില്ലെന്ന്. അപ്പോൾ അവർ നിലപാട് മാറ്റിയിട്ട് പറഞ്ഞു, ആശുപത്രിയുടെ ഡയറക്ടറുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോയിട്ട് കാണിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ ഡയറക്ടറെ കാണാൻ പോയി. കവിത റാണി ശർമ്മ എന്ന് പറയുന്ന വളരെ മര്യാദയ്ക്കാണ് ഡയറക്ടർ പെരുമാറിയത്. മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയതെല്ലാം ഞങ്ങൾക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ പ്രേരിപ്പിക്കാൻ ശ്രമിക്കണം, ഞങ്ങൾക്ക് ഡോക്ടർമാർക്ക് രാഷ്ട്രീയമൊന്നുമില്ല, ഞങ്ങൾ രോഗി എന്നുള്ള തരത്തിൽ ചികിത്സിക്കുകയാണ്, നിങ്ങൾ സംസാരിച്ചു നോക്കണം എന്നെല്ലാം പറഞ്ഞ് അവരുടെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് അവിടെ ഒരു കൂട്ടം പോലീസുകാർ ഇരിക്കുന്നുണ്ട്. ആ പോലീസുകാരെ ചുമതലപ്പെടുത്തി ഇവരെ സോനം വാങ്ചുക്കിനെ ചികിത്സിക്കുന്ന സ്ഥലത്തേക്ക് ഇവരെ കൊണ്ടുപോകണം എന്ന് ആശുപത്രി ഡയറക്ടർ ഇവരെ ചുമതലപ്പെടുത്തി. ഞങ്ങളെയും കൂട്ടിക്കൊണ്ടുവന്നു. അതിനുശേഷം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞുപോയി. ഏറ്റവും വലിയ വഞ്ചനയും വിശ്വാസരാഹിത്യവുമാണ്. ബ്രിട്ടാസ് പറഞ്ഞതുപോലെ ഈ ആശുപത്രി ഇപ്പോൾ ഹെൽത്ത് മിനിസ്ട്രിയുടെ കീഴിലല്ല. ഈ ആശുപത്രിക്ക് മേൽ ഇതിന്റെ ഡയറക്ടർക്ക് ഇപ്പോൾ യാതൊരു അധികാരവുമില്ല. ഡയറക്ടർ പറഞ്ഞത് തിരസ്കരിക്കുന്ന സമീപനമാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആശുപത്രി ഭരണം ഡൽഹി പോലീസ്, അതായത് ആഭ്യന്തരമന്ത്രി ഷായുടെ കീഴിലുള്ള പോലീസ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് വളരെ ഗുരുതരമായൊരു സ്ഥിതിയാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് പോലും ഇങ്ങനെ
പ്രഖ്യാപിത അടിയന്തരാവസ്ഥക്കാലത്ത് പോലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രിവിലേജ് മോഷൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന കാര്യം സഖാവ് ബ്രിട്ടാസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് സോണം വാങ്ചുക്കിൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് സഖാവ് അരുൺ ഫോണിൽ സംസാരിക്കുകയുണ്ടായി. ഞങ്ങൾ കാര്യങ്ങൾ വിശദീകരിച്ചു. അപ്പം അവർ വളരെ ദുഃഖിതയാണ് ഈ സ്ഥിതിവിശേഷത്തിൽ. അവരെ കാണാൻ പാർട്ടി പ്രതിനിധികളും എം പിമാരും വന്നിട്ട് അനുവദിക്കുന്നില്ലോ എന്നുള്ളതിൽ അവർ വളരെയധികം ഖിന്നയാണ്, ദുഃഖിതയാണ്. ഞങ്ങൾ ഫോണിൽ അവരോട് സംസാരിച്ച് അവരെ ആശ്വസിപ്പിച്ചു. നിരാഹാരം തുടരുകയാണ്. നിയമവിരുദ്ധ തടങ്കൽ എന്ന പരാമർശത്തിലൂടെ അതേ ആരോപണം അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ്. എന്താണ് പാർലമെന്റ് മാർച്ചിന്റെ ആവശ്യങ്ങൾ? ജൂലൈ 20 നടക്കുന്ന പാർലമെന്റ് മാർച്ചിന് ആഹ്വാനം നൽകിയിരിക്കുന്നത് കോക്രോച്ച് ജനതാ പാർട്ടിയാണ്. മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾക്ക് ഉത്തരവാദിത്തം ഉറപ്പാക്കുക, പരീക്ഷാ സംവിധാനത്തിന് സമഗ്ര പരിഷ്കാരം നടപ്പാക്കുക, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നിവയാണ് സമരത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ. ജൂൺ 28-നാണ് വാങ്ചുക് CJPയുടെ സമരത്തിൽ പങ്കുചേർന്നത്. ജന്തർ മന്ദറിൽ 21 ദിവസത്തെ നിരാഹാര സമരത്തിന് ഒടുവിൽ അദ്ദേഹത്തെ ഈ സഫദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഓർക്കുക, 21 ദിവസം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളിൽ നിന്നും യുവജനങ്ങളിൽ നിന്നും രാജ്യവ്യാപക പിന്തുണ പാർലമെന്റ് മാർച്ചിന് ലഭിക്കുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആക്ടിവിസ്റ്റ് സോനം വാങ്ചുകിന്റെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവരികയാണ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ, ഇൻസ്റ്റഗ്രാമിലൊക്കെ തന്നെ അദ്ദേഹത്തിന് പിന്തുണയുമായി നിരവധി വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട്. ഈ ഇൻസ്റ്റഗ്രാം പിന്തുണ നാളെ നേരിട്ടുണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടി ആദ്യം ഈ സംഘടിപ്പിച്ച പ്രതിഷേധമൊക്കെ തന്നെ വലിയ രീതിയിൽ ആളി കത്തിക്കാനൊന്നും പറ്റിയില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അന്ന് സമര സമയത്ത് പോലീസ് അനുവദിക്കുകയായിരുന്നു, പ്രതിഷേധിക്കാൻ അനുവദിക്കുകയായിരുന്നു. ആരും തിരിഞ്ഞു നോക്കിയില്ല, പ്രതിഷേധിച്ചു, തിരിച്ചുപോയി. ഇത് തന്നെയാണ് സംഭവിച്ചത്. എന്തായാലും ഡൽഹിയിലെ ജന്തർ മന്ദറിൽ 20 ദിവസമായി നിരാഹാര സമരം നടത്തുന്ന സോനം വാങ്ചുകിനെ ശനിയാഴ്ച പുലർച്ചെയാണ് 7:40 കൂടിയാണ് ഡൽഹി പോലീസ് അദ്ദേഹത്തെ VMMC ആൻഡ് സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ അദ്ദേഹം ബോധാവസ്ഥയിലായിരുന്നു. ദീർഘനാളത്തെ നിരാഹാരം മൂലം ശരീരമാകെ അതീവ തളർച്ചയും നിർജ്ജീകരണവും പ്രകടിപ്പിച്ചിരുന്നു. പരിശോധനയിൽ രക്തത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവ് കുറവാണെന്നും മൂത്രത്തിലെ കീറ്റോണുകളുടെ അളവ് അപകടകരമായ രീതിയിൽ വർദ്ധിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ആരോഗ്യനില മോശമായിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന വൈദ്യസഹായം സ്വീകരിക്കാൻ വാങ്ചുക് തയ്യാറാകുന്നില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. IV ഫ്ലൂയിഡുകൾ, അതുപോലെ തന്നെ ORS ലായനികൾ, മറ്റു മരുന്നുകൾ എന്നിവ അദ്ദേഹം കർശനമായി നിരസിച്ചതായി ആശുപത്രി പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തെ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും ചികിത്സ സ്വീകരിക്കുന്നതിനായി ഡോക്ടർമാർ കൗൺസിലിംഗ് നൽകുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. അതിനിടെ തന്റെ അനുമതിയില്ലാതെ വാങ്ചുകിന് യാതൊരു ചികിത്സയും നൽകരുതെന്നും അദ്ദേഹം ഡിസ്ചാർജ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഭാര്യ ഗീതാഞ്ജലി ജെ അംഘോമ രംഗത്തെത്തിയിട്ടുണ്ട്. ചികിത്സയിൽ സുതാര്യത കുറവാണെന്നും അവർ ആരോപിച്ചിട്ടുണ്ട്. അതേസമയം ജന്തർ മന്ദറിൽ സമാധാനപരമായി നിരാഹാര സമരം നടത്തിവന്ന സോനം വാങ്ചുകിനെ അവിടെ നിന്നും നീക്കം ചെയ്ത നടപടി തെറ്റാണെന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത്.